പരാജയങ്ങളൊന്നും താല്പര്യമില്ല. ഒരാമേനൊന്ന് പറ. ഇതൊക്കെ സങ്കടത്തോടാ നിങ്ങൾ കേൾക്കുന്നത് അല്ല പ്രിയരെ. ഈ അപ്പന്റെ ഇളയ മകൻ, നമ്മൾ മുടിയൻ പുത്രൻ എന്ന് പേര് വിളിക്കുന്ന അപ്പന്റെ, നിങ്ങൾക്ക് തന്നെ പറയാനൊരു മടി. പക്ഷേ സത്യത്തില് നമ്മൾ ഒരു തെറ്റായ കണ്ണോടെ അവനെ കാണുന്നത്. പക്ഷെ ആ ഉപമ പഠിച്ചാൽ കർത്താവിൻ്റെ ഉപമയിലെ ശരിയായ നല്ല മനുഷ്യൻ അവനാ. അല്ലേ? മനസ്സിലായില്ല? ഒന്നുകൂടെ മനസ്സിലായി. കർത്താവിനെതിരെ ഒരു ആരോപണം അവർ ഉന്നയിച്ചു. ചുങ്കക്കാരോടും പാപികളോടും ഒക്കെ കൂടെ കർത്താവ് ഭക്ഷണത്തിന്, അതുകൊണ്ട് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയും. അതിന് യേശു പറയുന്ന മറുപടി അല്ലേ ഉപമ? ആണോ? ഒരപ്പന് രണ്ട്. അപ്പൊ ഇളയവനെ അപ്പനോട് പറഞ്ഞു, എനിക്ക് തരാനുള്ളതൊക്കെ തന്നേരെ. രണ്ടുപേർക്കും അപ്പം കൊടുത്തെന്ന അല്ലേ? ഇവനെ എല്ലാം വിറ്റുപെറുക്കി കിട്ടിയ കാശുമായി ദൂരദേശത്തേക്ക് പോയി. എല്ലാം അവൻ തീർത്തു. പണം ഉണ്ടായിരുന്നപ്പോൾ കൂട്ടുകാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവൻ എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരും വിട്ടുപോയി. അവസാനം അവനൊരു തൊഴിലില്ലാതെ വന്നു. കാരണം പോക്കറ്റിലെ കാശ് തീർന്നു. തൊഴിൽ അന്വേഷിച്ച് നടന്നപ്പോഴാ യഹൂദന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പന്നികളെ മേയ്ക്കുന്ന, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവൻ അവിടെ നിൽക്കുമ്പോൾ അവന്റെ യജമാനൻ ഒരു ക്രൂരനാ. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, പന്നി തിന്നുന്ന വാളവര പോലും ഇവന് കൊടുക്കുകയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ആ ക്രൂരനായ യജമാനൻ പന്നിക്ക് കൊടുക്കുന്ന വാളവര പോലും ഇവന് വിലക്കിയപ്പോഴാ ഇവന്റെ അപ്പൻ വേലക്കാരോട് എങ്ങനെ ഇടപെടുന്നെന്ന് ഇവന് ബോധ്യം ഉണ്ടായേ. ഇവൻ പറയുന്നൊരു വാദ്യം കണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെ അപ്പനെ എൻ്റെ വീട്ടിൽ വേലക്കാര് തിന്നിട്ട് വേസ്റ്റാക്കുക, ഇവൻ എനിക്ക് വേസ്റ്റ് പോലും തിന്നാൻ തരികയില്ല. എപ്പോഴാ അവൻ്റെ കണ്ണ് തുറന്നേ? ഒരു നല്ല ആമയും പറ. എപ്പോഴാ ഇവൻ അപ്പനെ കുറിച്ചുള്ള ബോധ്യം വന്നേ? അപ്പന്റെ കരുതലും അപ്പന്റെ സ്നേഹവും അപ്പൻ ആരാണെന്ന്, അപ്പന്റെ ഹൃദയം എന്താണെന്ന്, അപ്പന്റെ കരുണ എന്താണെന്ന്, അപ്പന്റെ സ്നേഹം എന്താണെന്ന്, എൻ്റെ അപ്പൻ ആരാണെന്ന് അവന് തിരിച്ചറിവുണ്ടായത് ആ പരാജയം ജീവിതത്തിൽ വന്നപ്പോഴല്ലേ? എല്ലാം വിലക്കപ്പെട്ടപ്പോഴല്ലേ? അവിടെ വെച്ചല്ലേ അവന് മനസ്സിലായത്? ഇന്ന് പകൽ പിറകോട്ട് ഇറങ്ങി തിരിഞ്ഞൊന്ന് ചിന്തിച്ച്, എവിടെയൊക്കെയോ ദൈവം തന്ന തകർച്ചകളല്ലേ, എവിടൊക്കെയോ ദൈവം തന്ന വേദനകളല്ലേ, എവിടൊക്കെയോ എന്തൊക്കെയോ ദൈവം വിലക്കിയത് കൊണ്ടല്ലേ ഇന്ന് പകൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഈ കസാരയിൽ വന്നിരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ദൈവം അവസരം തന്നത്. പ്രിയരെ, ഇന്നലകളിൽ ദൈവം തന്ന ഏതൊക്കെയോ വേദനകൾ, ശോധനകൾ, നൊമ്പരങ്ങൾ, പരാജയങ്ങളാണ് ഈ ദൈവ കൃപയിലേക്ക് എന്നെ നടത്താൻ മുഖാന്തരമായത് എന്ന് തിരിച്ചറിഞ്ഞു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എന്റെ മാന്യ സഹോദരങ്ങളെ, ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മെ ഒന്ന് പണിയാനാ ദൈവ പദ്ധതി എങ്കിൽ, നമ്മെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്താനാ ദൈവ പദ്ധതി എങ്കിൽ, നമ്മെ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നയിക്കാനാ ദൈവഹിതമെങ്കിൽ, ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറയാമോ? ദൈവമേ, എൻ്റെ പ്രതിസന്ധികൾ അനുവദിച്ചതിൻ്റെ പിന്നിൽ എൻ്റെ സമർപ്പണമാണ്. അങ്ങയെ അധികം സ്നേഹിക്കാനാണ്, അങ്ങയുടെ പദ്ധതിക്കായി എന്നെ ഒരുക്കാനാണെങ്കിൽ അതിന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയിൽ ചെയ്തെടുക്കണമേ. അതിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പറയാൻ
മനസ്സുള്ള ദൈവമക്കൾ, ഞാൻ പറയാതെ തന്നെ കരമടിച്ച് അല്പനിമിഷം ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഹിതത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ കൊണ്ടെത്തിക്കട്ടെ. കരുണയുള്ള ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ആ ഭാഗത്തേക്ക് ഞാൻ ഒരു ആശയക്കുഴപ്പം കൊണ്ട് നിങ്ങൾ പോകണ്ട. അവിടെ പറയുന്ന അപ്പന്റെ ഇളയ മകൻ നമ്മളാ. രാമേനൊന്ന് പറ. ജാതികളാ. കാരണം ജാതികളോടും കൂടെ ഭക്ഷണം കഴിക്കാൻ പോയതിനല്ലേ, ചുങ്കക്കാരോടും ഭാവികളോടും കൂടെ. അവനാ ഇവൻ. മറ്റവൻ യഹൂദന്റെ പ്രതിനിധിയാ. ആര്? മൂത്ത മകൻ, സ്വയനീതിക്കാരൻ. അവൻ പറഞ്ഞു, ഞാൻ അപ്പ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണേ. ചില പരാജയങ്ങൾ, ചില വേദനകൾ, ചില നൊമ്പരങ്ങൾ, ചില സങ്കടങ്ങൾ, ചില തകർച്ചകൾ, ചില ബന്ധങ്ങളൊക്കെ നമ്മെ വിട്ട് അകന്നു പോകുന്നതിൻ്റെ ഒക്കെ പിറകിൽ മനുഷ്യർ സ്വാർത്ഥതയോടെ ഇടപെടുന്നതിൻ്റെ പിന്നിൽ, ക്രൂരമായി ഇടപെടുന്നതിൻ്റെ മുമ്പിൽ, ചില തിക്താനുഭവങ്ങളുടെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, തൻ്റെ ഹിതത്തിന്, തൻ്റെ പദ്ധതിക്ക്, തൻ്റെ നിയോഗത്തിന് നമ്മെ ഒരുക്കാനും നമ്മെ മുന്നോട്ട് നയിക്കാനും നമ്മെ ചലിപ്പിക്കാനുമുള്ള ദൈവഹിതമാണെങ്കിൽ ഇന്ന് പകൽ ആ ദൈവഹിതത്തിന് വിധേയപ്പെട്ടു കൊടുക്ക്. ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കായുള്ള നിരൂപണങ്ങളല്ല, നന്മയ്ക്കായുള്ളവയത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയിൽ ചില വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ശോധനകളുടെ പിറകിൽ, വേദനകളുടെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരണ്ടേ. പത്രോസിന്റെ പടക് നിറഞ്ഞു, വല നിറഞ്ഞു. കഴിവുകൊണ്ടല്ല, അധ്വാനം കൊണ്ടല്ല, പരിചയം കൊണ്ടല്ല, ദൈവകൃപ കൊണ്ട്. പക്ഷെ പത്രോസേ, ഒരു കുഴപ്പമുണ്ട്. ഞാനും നീയുമായുള്ള ബന്ധത്തിന്റെ തെളിവ് നിന്റെ നിറയപ്പെട്ട വലയല്ല, നിന്റെ നിറയപ്പെട്ട പടകല്ല, നീ എന്നിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണ്. നിന്റെ വല നിറച്ചത് ഞാനാണ്, നിന്റെ പടക് നിറച്ചത് ഞാനാണ്, നിന്റെ പരാജയത്തെ മാറ്റിയത് ഞാനാണ്. പക്ഷെ അതുകൊണ്ട് ഞാനും നീയുമായുള്ള ബന്ധമുറപ്പിച്ചു എന്ന് ചിന്തിക്കരുത്. നിറയപ്പെട്ട പടകല്ല, നിറയപ്പെട്ട വലയല്ല ഞാനും നീയുമായുള്ള ബന്ധത്തിന്റെ തെളിവ്. അതിനപ്പുറത്ത് നീ എന്നിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ പകൽ ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്, ഭൗതിക നിറവുകളല്ല ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവ്. അതിനപ്പുറത്ത് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണ്. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഒരാഴമായ കഴുകപ്പെടൽ ഈ യോഗത്തിൽ ദൈവാത്മാവ് ചെയ്യട്ടെ. പ്രസംഗിക്കുന്ന എന്റെ മേൽ, പ്രസംഗം കേൾക്കുന്ന നിങ്ങളുടെ മേൽ ഇന്ന് മകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ചെയ്യട്ടെ. എല്ലാവരും അതരങ്ങൾ തുറന്ന് ആത്മാവിൽ അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്യുക. എല്ലാ കരങ്ങളും അടിച്ച്, എല്ലാ അധരങ്ങളും തുറന്ന് അല്പനിമിഷം നന്ദിയോടെ മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ. 5 അപ്പവും ആരാണ് ആരാ പറഞ്ഞ 5 അപ്പവും 2 മീനിന്റെയും കാര്യം? ഇവിടെ പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ചേ. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് ഒരു നല്ല ആമേൻ പറഞ്ഞു പറ 5000 പുരുഷന്മാരെ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സംഖ്യ അവിടെ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു സംഖ്യ എടുപ്പ് നടത്തണ്ട. ഏതായാലും ഒരു കാര്യം സത്യമാണ്, പുരുഷന്മാരെക്കാൾ കൂടുതലാകാനാ സാധ്യത. ആര് പറ? സ്ത്രീകളും. കാരണം വേദവസം ഒരിക്കലും
കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഒരിക്കലും പെരുപ്പിക്കാറില്ല, പരിമിതപ്പെടുത്താറേ ഉള്ളൂ. ഒരു നല്ല ആമേനൊന്ന് പറ. ഒരിക്കലും അതെന്ത് ചെയ്യാറില്ല, നിങ്ങൾ എന്നോട് വരുന്നില്ല. അപ്പം 5000 പുരുഷന്മാർ അത്ര എടുക്കട്ടെ. ഈ 5000 പുരുഷന്മാർ തിന്ന് തൃപ്തരായി. അവസാനം എത്രയാ മിച്ചം വന്നെന്നറിയോ? നിങ്ങളെല്ലാവരും കൊണ്ട് വരുന്നില്ല. എൻ്റെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ആശയത്തോട് ചേർന്ന് വരുന്നില്ല. അവസാനം മിച്ചം വന്നത് 12. അതെന്നെ 12 കൊട്ട മിച്ചം വരാൻ കാരണം അതെന്നെ 13 കൂടാഞ്ഞേ? അതെന്താ 11 കുറയാഞ്ഞേ? എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ പറയാം. വിളമ്പിയത് 12 പേരാ. ഒരാമേനൊന്ന് പറഞ്ഞു. കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല വിളമ്പിക്കോ വിളമ്പിക്കോ വിളമ്പിക്കോ. വിളമ്പി കഴിയുമ്പോൾ ഓരോ കൊട്ടയപ്പം തരാമെന്ന് ആരോടും പറഞ്ഞില്ല. അവസാനം ഞങ്ങൾക്ക് ഓരോ കൊട്ട കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല ഇവർ വിളമ്പിയതും. പ്രതിഫലേച്ഛ കൂടാതെ അവരെ ഏൽപ്പിച്ചത് അവര് വിശ്വസ്തയോടെ ചെയ്തു. വിശ്വസ്തയോടെ ഏൽപ്പിച്ചത് ചെയ്യുന്നവന് മിച്ചം കൊടുക്കുക ദൈവത്തിന്റെ നീതിയാണ്. തിരുവെഴുത്ത് പറയുന്നു, എല്ലാവരും സ്തോത്രം ചെയ്തെന്ന് പറ. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. പ്രിയരേ, കൂലി കർത്താവിന്റെ കയ്യിലുണ്ട് കേട്ടോ. പ്രതിഫലം അദ്ദേഹത്തിന്റെ പക്കലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തൻ. എത്ര പേര് അതരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയും, എന്റെ ദൈവം വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. തെറ്റിദ്ധരിക്കരുത്. ഇതൊന്നും കിട്ടാനല്ല വിളമ്പിയത്. പക്ഷേ ദൈവം വിശ്വസ്തൻ. നമ്മുടെ മനോഭാവം ദൈവം നോക്കും. എല്ലാവരും നല്ല ആമേൻ പറഞ്ഞേ. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ഞാൻ അനുഗ്രഹിപ്പിക്കണമേ. ദൈവം ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവമാണ്. നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് പോലും ഗ്രഹിക്കുന്ന മഹാദൈവത്തെയാണ് സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നതെങ്കിൽ, കൃപ ലഭിച്ച ദൈവമക്കളെ, എന്തിനു നിരാശ, എന്തിനു വേദന? അതരം തുറന്ന് സ്തോത്രം ചെയ്ത് പറ. എന്നെ ഉള്ളതുള്ളതുപോലെ അറിയുന്ന, എന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥത അറിയുന്ന, എന്റെ ഹൃദയത്തിന്റെ നിഷ്കളങ്കത അറിയുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. വിശ്വസ്തത, എന്നോട് ചേർന്ന് പറയണം, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന്. ചേർന്ന് ചേർന്ന് അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിന് ഒരു വധുവിനെ അന്വേഷിക്കാൻ എലയാസറിനെ പറഞ്ഞു വിടുക അല്ലേ? ആണോ? 16 അബ്രഹാമിന്റെ ദാസൻ പോകുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട്. കാരണം ഒരു വലിയ ഉത്തരവാദിത്വമാണ്. മാനുഷികമായി ഇതെങ്ങനെ ചെയ്യുമെന്ന് ഒരെത്തും പിടിയില്ല. ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ അരികിൽ നിന്നുകൊണ്ട് എലയാസർ ഒരൊറ്റ പ്രാർത്ഥന, ദൈവമേ, ഈ പട്ടണത്തിലെ കന്യകമാരെല്ലാം വെള്ളം കോരാൻ വരുന്ന സമയമാണ്. ആ സമയത്ത് ഞാനൊരു പെൺകുട്ടിയോട് ചോദിക്കും, എനിക്കൊരല്പം വെള്ളം കുടിക്കാൻ തരാമോ? ഉടനെ അവൾ പറയാന്നിരിക്കട്ടെ, താങ്കൾക്ക് മാത്രമല്ല, താങ്കളുടെ ഒട്ടകങ്ങൾക്കും കൂടെ കോരിത്തരാം എന്ന് പറഞ്ഞാൽ അവളായിരിക്കട്ടെ എൻ്റെ യജമാനൻ അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ ഭാവി വധു. എന്നെ ത്രസിപ്പിച്ചൊരു പദം അവിടെ ഉണ്ടാവും, ഉടനെ റിബേക്ക. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. എന്താ?
ഉടനെ റെബെക്ക എലയാസർ ഇത് പ്രാർത്ഥിച്ചു തീരുകയും പ്രാർത്ഥനയുടെ മറുപടിയെ ദൈവം മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും. ചില വിഷയങ്ങൾക്കുണ്ടല്ലോ നമ്മൾ ആമേൻ പറയുന്നതിന് മുമ്പ് മറുപടി കൊണ്ടുതരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ആത്മനിയോഗത്തോടെ ദൈവഹിതത്തിനനുസരിച്ച് ചലിച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗതയിൽ, നാം ചിന്തിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു തരാൻ ദൈവം വിശ്വസ്തനാണ്. ഉടനെ റിബേക്ക, ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ചില കാര്യങ്ങൾ അധികം നീളില്ല. ഉടനെ അടിയന്തരമായി ദൈവം ചെയ്യേണ്ട ചില മേഖലകളിൽ ഇന്ന് പകൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് അതിശക്തമായി ചിലരോട് ദൈവാലോചന ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്. ഓ ശഖമലദനാദനാദന, നിങ്ങളുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങളെ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ മുമ്പിൽ കൊണ്ടുവന്നു തരുന്ന ഒരു ദൈവമഹത്വമുണ്ടെന്ന് ദൈവാത്മാവ് അതിശക്തമായി ഇന്ന് പകൽ ഇടപെടുകയാ. Glory, hallelujah. Glory, hallelujah. ഹൃദയം നുറുങ്ങി, മനസ്സ് തകർന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ, മാനുഷികമായ അസാധ്യതകളുടെ നടുവിൽ, മാനുഷികമായ പരിമിതികളുടെ നടുവിൽ എത്തും പിടിയുമില്ലാതെ ഈ വിഷയം എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യും എന്നോർത്ത് വ്യാകുലപ്പെടുന്ന ചിലരോട് ഇന്ന് പകൽ ദൈവാത്മാ വചനത്തിലൂടെ അതിശക്തമായ ദൈവാലോചന കൈമാറുകയാണ്. നീ വ്യാകുലപ്പെടുത്തുന്ന, നിന്നെ മാനുഷികമായി അലട്ടുന്ന, നിനക്ക് മാനുഷികമായി എത്തും പിടിയുമില്ലാത്ത, നിനക്ക് അപരിഹാര്യമെന്ന് നീ ചിന്തിക്കുന്ന ചില വിഷയങ്ങളിൽ ഉടനെ ചില ദൈവപ്രവർത്തികൾ പ്രതീക്ഷിച്ചു കൊള്ളാൻ ദൈവാത്മാവ് അതിശക്തമായി ഇന്ന് പകൽ ഇടപെടുകയാ. എഴുതി വെച്ചോ, ഞാൻ ഈ പറയുന്ന ദൂത് ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടും കേട്ടോ. ഉടനെ എലയാസർ ഇങ്ങനെ പറഞ്ഞു തീർന്ന ഉടനെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വന്നതുപോലെ നമ്മുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവപ്രവൃത്തി ഉടൻ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ചിലർക്ക് ഉറപ്പു തരുന്നു. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ആത്മാവിൽ നിയോഗമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനോടൊരു പദം അവിടെ പറയാം. എലയാസറിന്റെ ഒറ്റ പ്രാർത്ഥന, ദൈവമേ, എൻ്റെ യജമാനൻ അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന് അങ്ങ് നിർണയിച്ചവള് തന്നെ. ഒരാമേൻ എന്ന് പറയാം. വരട്ടെ ദൈവമേ, നിർണയിച്ചവളെ തന്നെ കാണിച്ചു തരണേ ദൈവമേ, നിർണയിച്ചവളെ തന്നെ ആയിരിക്കണേ ദൈവമേ. അപ്പം എലയാസർ ഒരു കാര്യമുണ്ട്, ഞാനാ ഇനി ഒരാളെ തേടി പിടിക്കണ്ട.
ഒരാമേനെന്ന് പറ. ദൈവമായി നിർണയിച്ച ആളെ തമ്പുരാൻ കൂട്ടിക്കൊണ്ട് വരും. ദൈവം മുമ്പിൽ കൊണ്ടുവന്ന് തരും. ഇന്ന് പകൽ സ്തോത്രം ചെയ്തെന്ന് പറ. ദൈവം നിർണയിച്ചിട്ടുണ്ട്, ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്, ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവം ഒരുക്കിയത്, ദൈവം നിർണയിച്ചത്, ദൈവം കരുതിയത് സമയത്ത് കൊണ്ടുതരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ യജമാനനായ അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിന് അങ്ങ് നിർണയിച്ചവൾ. ഇന്ന് മകൻ സ്തോത്രം ചെയ്തു പറ. എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയത്, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയത്, എന്റെ ദൈവം എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി നിർണയിച്ചിട്ടുള്ളത്, എന്റെ തലമുറയ്ക്ക് വേണ്ടി നിർണയിച്ചിട്ടുള്ളത് സമയത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരാൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് മകൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ചിലരോട് ഇടപെടുകയാണ്. ഇതെന്നോടുള്ള ദൈവ ശബ്ദമാണെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നിങ്ങൾക്ക് ആ ഉറപ്പ് തരുന്നെങ്കിൽ, ആ ഉറപ്പുള്ള ദൈവമക്കൾ സങ്കടം മറന്ന് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവിന് മഹത്വം കരേറ്റുക. ഇന്ന് പകൽ ഉറപ്പോടെ വിളിച്ചു പറ ദൈവമക്കൾ, മുൻ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോ സകലതും തന്റെ പുസ്തകത്തിൽ എഴുതിയ ദൈവം എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കിയതും കരുതിയതും സമയത്ത് കൊണ്ടുതരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ സമയം തെറ്റില്ല, ദൈവത്തിന്റെ പദ്ധതികൾ മാറില്ല. ഞാൻ നിർണയിച്ചിരിക്കുന്നു, ഞാനത് നിവർത്തിക്കും, ഞാൻ പ്രവർത്തിപ്പാൻ കരം നീട്ടും. ആരത് തടുക്കും? ദൈവത്തിന്റെ നിർണയത്തിലും ദൈവത്തിന്റെ പദ്ധതിയിലും ദൈവത്തിന്റെ തിരുഹിത പ്രസാദത്തിലും തങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, തങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, തങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് സമയത്ത് കൊണ്ടുതരാൻ എന്റെ ദൈവം വിശ്വസ്തൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ സ്പർശിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ സമയത്തിനായി കാത്തിരിക്കാൻ, അങ്ങയുടെ പദ്ധതിക്കായി കാത്തിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഉടനെ ഒരാമയും പറഞ്ഞേ, ഉടനെ റിബേക്ക ദൈവം നിർണയിച്ചതും ദൈവം കരുതിയതും ദൈവത്താൽ ഒരുക്കപ്പെട്ടതും സമയത്ത് മുൻപിൽ വരും, സമയത്ത് വെളിപ്പെട്ടു വരും. ആദരം തുറന്ന് എത്ര പേർക്ക് ഇന്ന് മകൾ സ്തോത്രം ചെയ്ത് പറയാൻ കഴിയും? ദൈവത്താൽ കരുതപ്പെട്ടതും ദൈവത്താൽ ഒരുക്കപ്പെട്ടതും ദൈവത്താൽ നിർണയിക്കപ്പെട്ടതുമായത് സമയത്ത് ദൈവം കൊണ്ടുതരാൻ വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആദരം തുറന്ന് ഇന്ന് മകൾ സ്തോത്രം ചെയ്യാൻ കഴിയും? ചിലരോട് ദൈവാത്മാവ് അതിശക്തമായി ഇന്ന് മകൾ ഇടപെടുകയാണ്. ദൈവം വിശ്വസ്തൻ, ദൈവം കരുതിയതും ദൈവം ഒരുക്കിയതും ദൈവം നിർണയിച്ചിട്ടുള്ളതും സമയത്ത് വെളിപ്പെട്ടു വരൂ. സ്തോത്രം. റിബേക്ക ഇതൊന്നും അറിയുന്നില്ല. പ്ലീസ്, റിബേക്ക ഇതൊന്നും, എലയാസറും ദൈവവും തമ്മിൽ സംസാരിച്ചതൊന്നും
എലിയാസർ ചോദിച്ചു, എനിക്കൊരല്പം വെള്ളം തരാം കുടിക്കാൻ. ഉടനെ തോളിൽ നിന്ന് പാത്രം ഇറക്കിട്ടെ ഇവള് പറയാ, വേണ്ടുമ്പോളം കുടിച്ചു. അടുത്തൊന്നും കേട്ടെ, താങ്കൾക്ക് മാത്രമല്ലെന്നേ, താങ്കളുടെ ഒട്ടകങ്ങൾ കൂടെ. ഞാൻ പറയാം, സാമാന്യബോധമുള്ള ഒരു പെങ്കൊച്ചും അങ്ങനെ പറയല. കാരണം 1-2 ഒട്ടകങ്ങളല്ല, 10 ഒട്ടകങ്ങളാണ് നിരന്ന് നിൽക്കുന്നത്. 10 ഒട്ടകങ്ങൾക്ക് വെള്ളം കോരി കൊടുക്കാന്ന് പറയുന്നേ ഒരാമേനെന്ന് പറഞ്ഞ് വല്ലാത്ത റിസ്കാ. ഇന്നത്തെ പോലുള്ള ഈ ജലസേചന പദ്ധതികളൊന്നും അന്നില്ല. നമ്മൾ വായിക്കുന്ന റിബേക്ക കിണറ്റിലിറങ്ങി അല്ലേ, പടവുകൾ ചവിട്ടി ഇറങ്ങി വെള്ളം കോരി കയറി. അപ്പം പടവുകൾ ചവിട്ടി വേണം കിണറ്റിൽ വെള്ളം കോരണം, പടവുകൾ ചവിട്ടി കയറണം. ഇവൾ ഓടുന്നു, ഇവൾ ഇറങ്ങുന്നു, ഇവൾ കോരുന്നു, ഇവൾ കയറുന്നു, ഇവൾ ഒഴിക്കുന്നു, വീണ്ടും ഓടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ പെങ്കൊച്ച് പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങുക. 1-2 ഒട്ടകങ്ങളാണോ? ഒരു നല്ല ആമേനെന്ന് പറഞ്ഞു. ഇത് ഓടുന്നു, ഇറങ്ങുന്നു, കോരുന്നു, വരുന്നു, വേർക്കുന്നു. ഈ നാട്ടുകാർ ദൂരെ മാറി എന്ന് പറയാൻ സാധ്യതയുള്ള കമൻസ്, നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഒരു നല്ല ആമേൻ പറ. ഇങ്ങനെ നിന്റെ അമ്മാച്ചനാണോ? പേരപ്പനാണോ? ഒരു നല്ല ആമേനെന്ന് പറ. ഇങ്ങനെ നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എങ്ങാണ്ടൊന്ന് എവിടേക്കോ പോകുന്ന ഒരു വഴിപോക്കൻ, എവിടെ നിന്നോ വരുന്നു, എവിടേക്കോ പോകുന്നു. അങ്ങേരൽപ്പം വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ നീ മര്യാദയ്ക്ക് അങ്ങേർക്ക് വെള്ളം കൊടുത്ത് വിട്ടാ പോരെ? നീ റിസ്ക് ഏറ്റെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ആരും നിർബന്ധിച്ചത് കൊണ്ട് അവൾ ഏറ്റെടുത്ത് റിസ്ക് അല്ലത്. നാട്ടുകാരെ കാണിക്കാനൊട്ട് ഓടുന്നതുമല്ല, ആരെയും കാണിക്കാനൊട്ട് ഇറങ്ങുന്നതുമല്ല, ആരെയും ബോധ്യപ്പെടുത്താനൊട്ട് വെള്ളം കോരി കൊടുക്കുന്നതുമല്ല, ആരെയും കാണിക്കാനല്ല, ആരെയും ബോധിപ്പിക്കാനല്ല. അവളുടെ അകത്ത് ദൈവം കൊടുത്തൊരു നിയോഗത്തെ അവൾ ഏറ്റെടുക്കുകയാണ്. അതരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മകൽ മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, നിയോഗത്തെ മാറ്റിവെക്കല്ലേ. ഒരാമേനൊന്ന് പറ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമാ തിരുവുള്ള ഉണ്ടായിട്ട് ചെയ്യുന്നേ. ഈ പെങ്കൊച്ചിന്റെ സ്ഥാനത്ത് വേറെ ഒരു പെങ്കൊച്ചും അങ്ങനെ ചെയ്യില്ല. മാനുഷികമായി നോക്കിയാൽ ഇവളും അങ്ങനെ ചെയ്യില്ല. പക്ഷെ ഇച്ഛിക്ക എന്നതും, ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് പ്രവർത്തിക്ക എന്നതും ദൈവമാണ് തിരുവുള്ളമുണ്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ ഹൃദയത്തിനകത്ത് നീ വെള്ളം കോര്, നീ വിയർക്ക്, നീ കോരിക്കൊടുക്ക്, നീ ഒട്ടകങ്ങൾക്ക് കൊടുക്ക് എന്ന് ഇച്ഛിക്കാൻ, പ്രവർത്തിക്കാൻ അകത്ത് പ്രവർത്തിച്ചൊരു ശക്തിയുണ്ട്. അതാ ദൈവത്തിന്റെ ശക്തിയെങ്കിൽ, അതാ ദൈവത്തിന്റെ നിയോഗമെങ്കിൽ ഇന്ന് സ്തോത്രം ചെയ്തു പറ. എന്റെ ബുദ്ധിക്കനുസരിച്ച്, എന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, എന്റെ മാനുഷിക ചിന്തയ്ക്ക് അനുസരിച്ച് നീങ്ങുന്ന ഒരു ശുശ്രൂഷയല്ല, ഒരു ആത്മീക ജീവിതമല്ല. ദൈവഹിതത്തിന്, ദൈവിക നിയോഗത്തിന് ചലിക്കുന്ന ഒരാത്മമണ്ഡലം എനിക്ക് വേണ്ടി തുറന്നു തരണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ ഈ എലിയാസർ ഇവൾ ഓടുമ്പോ, ഇവള് വേർക്കുമ്പോ, ഇവള് കോരുമ്പോ മനസ്സിൽ മാറി നിന്ന് പറയുന്നൊരു ചിന്തയുണ്ട്. എൻ്റെ ഭാവനയാണേ. കുഞ്ഞെ, നീ വെറുതെ ഓടുന്നതല്ല. ഒരാമേനെന്ന് പറയും. നീ വെറുതെ ഓടുന്നത്, നീ വെറുതെ ഇറങ്ങുന്നത്, നീ വെറുതെ കോരുന്നത്, നീ വെറുതെ വേർക്കുന്നത്. നിന്റെ മൂക്കിനിടാൻ 1/2 ശേക്കൽ പൊന്മൂക്കൂത്തി എൻ്റെ കയ്യിലുണ്ട്. നിന്റെ കൈക്കിടാൻ ഒരു നല്ല ആമേൻ പറഞ്ഞു. 10 ശേക്കൽ പൊൻവള എൻ്റെ കയ്യിലുണ്ട്.
ഇന്ന് ഞങ്ങളെങ്ങാനും ആയിരുന്നെങ്കിൽ ആദ്യം ഈ മൂക്കൂത്തി കാണിച്ചേനെ. ഒരാമേനൊന്ന് പറ. കിണറ്റിന്റെ കരയിൽ ചെന്നിട്ട് പറ. പൊൻവള ഉയർത്തി കാണിക്കും, മൂക്കൂത്തി ഉയർത്തി കാണിക്കും. എന്നിട്ട് പറയും, എനിക്കും ഒട്ടകങ്ങൾക്കും വെള്ളം കോരിത്തരാൻ ആര് മുന്നോട്ട് വരുന്നു? ഒരാമേൻ പറഞ്ഞെന്ന് പറഞ്ഞു. അവർക്കുള്ളതാണ് പൊൻവള, അവർക്കുള്ളതാണ് പൊൻമൂക്കൂത്തി. അങ്ങനെങ്ങാനും എലയാസർ വിളംബരം ചെയ്തിരുന്നെങ്കിൽ അവിടെ കൂട്ടെ അടി വേണം നേരെ. കാരണം നീ കോരണ്ട, ഞാൻ കോരിക്കോളാം. നീ ഇറങ്ങണ്ട, ഞാൻ ഇറങ്ങിക്കോളാം. ആ ഓടുന്നതും ആ ഇറങ്ങുന്നതും ആ കോരുന്നതും എലയാസറിനോടും ഒട്ടകങ്ങളോടുള്ള കരുതൽ കൊണ്ടല്ല, മൂക്കൂത്തി കണ്ണു മഞ്ഞളിച്ചിട്ടാ. ഒരു നല്ല ആമേൻ പറ. പൊൻവളയോടുള്ള ആവല് കൊണ്ട്, ആവേശം കൊണ്ടാണ്, അത് കരഗതമാക്കാനുള്ള തത്രപ്പാടാണ് ആ അധ്വാനത്തിന്റെ പിറകിൽ. എന്നാൽ എലയാസറിൻ മൂക്കൂത്തി അവൾ കണ്ടില്ല കേട്ടോ, മൂക്കൂത്തി അവളെ കാണിച്ചില്ല, പൊൻവള അവൾ കണ്ടില്ല. പൊൻവളയുടെ ഓഫർ എലയാസർ ഒട്ട് ചെയ്തുമില്ല. ഒന്നുകൂടെ പറയാം, മൂക്കൂത്തി കിട്ടാനല്ല, പൊൻവള കിട്ടാനല്ല അവൾ ഇറങ്ങിയത്, അവൾ കോരിയത്, അവൾ കയറിയത്, അവൾ വയർത്തത്. അവൾ ആത്മാർത്ഥമായിട്ടാണ്, സത്യസന്ധമായിട്ടാണ് അത് ചെയ്തത്. എത്ര പേർക്ക് അതരം തുറന്ന് ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. കരമടിച്ച് സ്തോത്രം പറയാൻ ആവേശമുള്ള ദൈവമക്കൾ അല്പനിമിഷം കരമടിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ. ഞാൻ ഇങ്ങനെ അതിനൊന്ന് വ്യാഖ്യാനിക്കുകയാണ്. ദൈവം തന്റെ യാത്രയെ സഫലമാക്കിയോ എന്നറിയാൻ എലയാസർ നിശബ്ദനായി നിന്നു. ഒരാമേൻ എന്ന് പറയാം. നിശബ്ദനായിട്ട് നിൽക്കുക. പക്ഷെ അവസാനത്തെ ഒട്ടകത്തിനും വെള്ളം കോരി കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് മൂക്കൂത്തി കൊടുത്തു. ഒരാമേനെന്ന് പറഞ്ഞ് അവൾക്ക് പൊൻവളയും കൊടുത്തു. ദൈവത്തെ സേവിച്ചാൽ, ഒരാമേനെന്ന് പറ, സത്യസന്ധമായി സേവിച്ചാൽ, ആത്മാർത്ഥതയോടെ സേവിച്ചാൽ, ഹൃദയപരമാർത്ഥതയോടെ സേവിച്ചാൽ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എല്ലാവരും എത്ര പേര് സ്തോത്രം ചെയ്ത് പറയും, എൻ്റെ ദൈവം ആർക്കും ബാധ്യതയല്ല. ആ ഉറപ്പുള്ള, ആ ധൈര്യമുള്ള, ആ ബോധ്യമുള്ള, അല്ല അനുഭവമുള്ള ദൈവമക്കളാണ് ഇന്ന് മകൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്നോട് ചേർന്നതിനാമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ കർത്താവിനെ അറിയുന്നത് കൊണ്ട് ധാരാളിത്തത്തിന് ധാരാളം തരുമെന്നല്ല, നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം. ആമേൻ പറയാവോ? നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം വിശ്വസ്തയോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്ന പ്രിയരെ. നമ്മുടെ അനുഭവം അതല്ലേ പ്രിയരെ? ഇന്ന് പകലും ആ അനുഭവം അത് ജീവിതത്തിൽ അനുഭവമാക്കുന്ന, ആ ദൈവിക അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, അതിൽ ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയുന്ന എത്ര അഭിഷിക്തന്മാർ ഇവിടെ വന്നിട്ടുണ്ട്, എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. ദൈവമേ, അങ്ങെത്ര വിശ്വസ്തൻ, അങ്ങെത്ര വിശ്വസ്തൻ, അങ്ങെത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ. പക്ഷേ റിബേക്കേ, ഇതെല്ലാം പ്രോത്സാഹന സമ്മാനം മാത്ര. ഒരാമേനൊന്ന് പറ. മൂക്കൂത്തിയും പൊൻവളയും പ്രോത്സാഹന സമ്മാന. പക്ഷെ ഇത് തീർന്നില്ല, ഇതുകൊണ്ടൊന്നും ആയില്ല. നീ എവിടേക്കാ ചെല്ലാൻ പോകുന്നറിയോ? ബഹുസമ്പന്നനായ അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന്റെ ഭാവി വധുവായി നീ അങ്ങോട്ട് പോവാ. നീ അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ, അദ്ദേഹത്തിനുള്ളതെല്ലാം
നിങ്ങളൊരു നല്ല ആമയം പറഞ്ഞ എന്നോട് വന്നേ. അദ്ദേഹത്തിനുള്ളതെല്ലാം നിന്റേതായി മാറുകയാണ്. ഇപ്പൊ കിട്ടുന്നതെല്ലാം വെറുതെ പ്രോത്സാഹന സമ്മാനമാണ്. എന്നാൽ ഇനി ലഭ്യമാകാൻ പോകുന്നതാണ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്നതിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. അതെല്ലാം പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനേ 2 ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. അപ്പൊ ഈ റിബേക്കയ്ക്ക് അപ്പ കൊടുത്തത് പ്രോത്സാഹന സമ്മാനവും പറ. അബ്രഹാമിന്റെ മകന്റെ ഭാര്യ എന്ന നിലയിൽ കിട്ടാൻ പോകുന്ന അദ്ദേഹത്തിനുള്ള മുഴുവൻ സമ്പത്തും നിന്റേതും കൂടെ ആകാൻ പോവുക. ഈ ദൈവത്തെ സേവിക്കുന്ന ഒരു നഷ്ടമല്ല. ഒരു ആമേനൊന്ന് പറ. പക്ഷെ അത് മൂക്കൂത്തിക്ക് വേണ്ടി ആകല്ലേ. ഒന്ന് സ്വോത്രം പറഞ്ഞ്. ചാകാൻ നേരം ഇട്ടേച്ച് പോകേണ്ടുന്ന ഇവിടുത്തെ പ്രോത്സാഹന സമ്മാനങ്ങൾക്കാകരുത്. അങ്ങനെ ആയാൽ അത് അപകടമാണ്. പക്ഷെ പരമാർത്ഥതയോടെ നിത്യതയുടെ വെളിപ്പാടോടെ ദൈവത്തെ സേവിച്ചാൽ ഇഹത്തിലും പരത്തിലും നമുക്കത് അനുഗ്രഹമാണ്. എന്നോട് ചേർന്ന ആ വാക്കിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അതൊരു നഷ്ടമല്ല, അതൊരു അനുഗ്രഹമാണ്, അത് ലാഭമാണ്, അത് നേട്ടമാണ്, അത് ഉയർച്ചയാണ്.